ഹലോ, അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. നമ്മളെല്ലാവരും ഇവിടെ സുഖമായിരിക്കുന്നുണ്ട്. എല്ലായിടത്തും മഴയൊക്കെ ഉണ്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ ഒരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇന്ന് നല്ല മഴ ഉള്ള ഒരു ദിവസമായിരുന്നു. അപ്പോൾ ഈ ഒരു ദിവസമാണ് കേട്ടോ ഞാൻ വീഡിയോ പിടിച്ചിട്ടുള്ളത്. അപ്പോൾ കുഞ്ഞാവ രാവിലെ സ്കൂളിലേക്ക് പോകുന്ന ആ ഒരു ടൈമിൽ മഴയൊന്നും ഉണ്ടായിരുന്നില്ല. പോയതിന് ശേഷമാണ് കേട്ടോ മഴ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി കുഞ്ഞാവ സ്കൂളിലേക്ക് പോകുന്ന അവളെ കൊണ്ടാക്കാൻ പോയിട്ടുള്ള ആ ഒരു ചെറിയ ഭാഗമാണ് കേട്ടോ ഇത്. അപ്പോൾ കുഞ്ഞാവനെ കൊണ്ടാക്കാൻ പോകുമ്പോൾ കുറേ മയിലിനെയും കുട്ടീനെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കാണിച്ചു തരേ. മിക്ക ദിവസം പോകുമ്പോഴും നമ്മൾ ഈ ഒരു മയിലിനെയും കുറച്ച് കുട്ടികളും ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പോൾ അതിന് മിക്ക ദിവസവും കാണാറുണ്ട്. അപ്പോൾ ഇന്ന് പോകുമ്പോഴും കണ്ടപ്പോൾ ഞാൻ വീഡിയോ പിടിക്കാമെന്ന് വിചാരിച്ചു. ഇതൊക്കെ മയിലും അതിൻ്റെ കുട്ടികളുമാണ് കേട്ടോ. എത്ര ആൾക്കാരുണ്ട്? 5 കുട്ടികൾ. ആ, നടന്ന് പോ. പേടിയില്ല അല്ലേ മയിലിൻ്റെ കുട്ടികൾക്കൊന്നും? അതിൻ്റെ ഉള്ളിലേക്ക് പോയി. കുഞ്ഞാവ സ്കൂളിലേക്ക് പോവുകയാണേ. അതെല്ലേ, ഇതാ കുഞ്ഞാവ ഈ പൂവ് കാണിച്ചു തരാൻ പറഞ്ഞു കേട്ടോ. കാണിച്ചു തരും. ആ വേണ്ട കുഞ്ഞു. ഇവിടെയൊക്കെ നിറച്ച് പൂക്കുണ്ട്. അപ്പോൾ ഇതാ ഈ ഒരു പൂവ് അവിടെ നിറയെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇത് നമ്മൾ പണ്ട് ഓണത്തിനൊക്കെ പൂവിടാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്തിരുന്ന ആ ഒരു പൂവാണ്. അപ്പോൾ ഇപ്പോൾ അത് ഓണം കഴിഞ്ഞിട്ടാട്ടോ നിറയെ ഉണ്ടായിട്ടുള്ളത്. ഓണത്തിന് മുന്നേ അതിങ്ങനെ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതാ വീട്ടിൽ വന്നു. ഞാൻ കുഞ്ഞാവേനൊക്കെ കൊണ്ടുവിട്ടിട്ട് വന്നതിന് ശേഷം എന്താ വീട്ടിലെത്തിയപ്പോൾ അതാ 2 മയിലുകൾ ഇട്ട് അതിങ്ങനെ പറന്ന് പോകുന്നത് കണ്ടപ്പോൾ ഞാനങ്ങനെ വീഡിയോയിൽ എടുത്തതായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. എവിടെ നോക്കിയാലും നിറയെ മയിലിനെ കാണാറുണ്ട് കേട്ടോ. പിന്നെ ഇതാ ഇപ്പോൾ വീണ്ടും എന്താ വേറെ മയിൽ അതിൻ്റെ കുട്ടികളുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ നേരത്തെ കണ്ട ആ ഒരു മയിലാണോ ഇതെന്ന് അറിയില്ല. ഇതിൻ്റെ കൂടെയും നിറയെ കുട്ടികളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനത് ജസ്റ്റ് ഇങ്ങനെ കണ്ടപ്പോൾ അതാ മഴയൊക്കെ പെയ്ത് നന്നായിട്ടൊന്ന് തോർന്ന് നിൽക്കുന്ന ആ ഒരു ടൈമാണ് കേട്ടോ. മഴ തോർന്നിട്ടുള്ള ഒരു ടൈമിൽ ഞാൻ ഇങ്ങനെ നോക്കിയപ്പോൾ ഈ മയിലും കുട്ടികളും എന്താ നിൽക്കുന്നത് കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് ഇതൊന്നും ഇങ്ങനെ വീഡിയോയിൽ പിടിച്ചതാണ് കേട്ടോ. മഴ തോർന്നപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ കുറച്ച് എന്താ പറയുക അടുക്കളത്തോട്ടത്തിൽ ചെറിയ കുറച്ച് പച്ചക്കറികളുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ. അപ്പോൾ അത് നല്ല മഴയൊക്കെ പെയ്തിട്ട് തോർന്നുകൊണ്ട് തന്നെ ഇതിൻ്റെയൊക്കെ ഇലകളിൽ നിറയെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചെറിയൊരു അടുക്കളത്തോട്ടമാണ്. അപ്പോൾ എന്തായാലും ഇത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. നിറയെ മത്തങ്ങയും കുമ്പളങ്ങയൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഇത് രണ്ടാമത് വീണ്ടും വേറെ നട്ടു കൊടുത്തിട്ടുള്ള പച്ചക്കറികളാണ് കേട്ടോ. നമ്മുടെ വീട്ടിലത്തെ ആവശ്യത്തിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ചെറിയ കുറച്ച് പച്ചക്കറികൾ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതാ അവിടെ കുറേ വെണ്ടക്കായ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. വെണ്ടക്കായ ഇപ്പോൾ കുറേ തവണ നമ്മൾ പൊട്ടിച്ചിട്ട് ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതേപോലെ കറിയിലൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടോ. കുറേ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ കണ്ടോ പുഴുക്കേടൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. വീണ്ടും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത് അവിടെയൊക്കെ ഉണ്ടായതൊക്കെ പൊട്ടിച്ച് വീണ്ടും ഉണ്ടാകുക. നമുക്ക് ഒരാഴ്ചയിൽ തന്നെ കുറേ തവണ പൊട്ടിക്കാനുള്ളത് ഉണ്ടാവുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ കയപ്പവള്ളി ഇവിടെ കയറിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ കായപ്പയ്ക്ക് കുറേ ഉണ്ടാവാൻ തുടങ്ങിയിട്ടുണ്ട്. ചെറുത് ഉണ്ടായിട്ടുണ്ട്. അത് കാണിച്ചു തരാം കേട്ടോ. ഇവിടെ ഒരെണ്ണം നിന്നിരുന്നു. ഇതുണ്ടോ, ഇതൊരു കായപ്പയ്ക്ക. പിന്നെ അത് അവിടെയൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. കാണിച്ചു തരാം. ഇതുണ്ടോ, നമ്മുടെ ഇവിടെ ഒരു കായപ്പയ്ക്ക ഉണ്ടായിട്ടുണ്ട്. ഇനി ഉണ്ട്. ഇപ്പോൾ എവിടെ നിൽക്കുന്ന അതാ കണ്ട. ഇവിടെ ഒരു വള്ളി ഇങ്ങനെ കെട്ടിക്കൊടുത്തിരിക്കട്ടെ അതിൽ കയറാൻ വേണ്ടിയിട്ട്, ഈ പടർന്ന് കയറാൻ വേണ്ടിയിട്ട്. ഇതുണ്ടോ, കുഞ്ഞി കായപ്പയ്ക്ക ഉണ്ടായിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിനുള്ളത് കിട്ടും. ഇവിടെ ഒരു പച്ചമുളക് ഉണ്ട്. ഇവിടെ ഒരു തുളസി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിലായിട്ട് ഇവിടെ പച്ചമുളക് കുറേ തന്ന് പച്ചമുളക് ഇപ്പം ഇന്നലെയൊക്കെ പൊട്ടിച്ചു. ചീര ഉണ്ട്. ഈ കതിര് കട്ട് ചെയ്ത് മാറ്റണം. ഈ കാണിച്ചു തരാം കേട്ടോ. ഈ വെണ്ടയുടെ അപ്പുറത്ത് 2 വഴുതനേനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. വഴുതന വലുതായി വരുന്നേ ഉള്ളൂ. കായൊന്നും ഉണ്ടാകാൻ തുടങ്ങിയിട്ടില്ല. അപ്പോൾ നട്ടിട്ട് അധികം ആയിട്ടില്ല. ചെറിയ തൈ വെച്ച് കൊടുത്താൽ കേട്ടോ. പിന്നെ ഇവിടെ ചൈനീസ് ബാൾസ് എന്താ നിറയെ പൂവുണ്ടായി നിൽക്കുന്നുണ്ട് കേട്ടോ. ഇതിന് ഒരു തണ്ട് വെറുതെ നിലത്ത് നമ്മൾ മണ്ണിൽ വെറുതെ വെച്ച് കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇതാ ഉണ്ടായിട്ടുണ്ട്.
ഇത് നമ്മുടെ ബ്രഹ്മി ഇതാ ഇവിടെ ഇങ്ങനെ ഒരു റൗണ്ട് പോലെ ആക്കിയിട്ട് ഞാൻ നിറയെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഒത്തിരി ബ്രഹ്മി ഉണ്ടായിട്ടുണ്ട്. നമ്മളിവിടെ ഒരു പച്ചമുളകിൻ്റെ ഇതുണ്ട് കേട്ടോ. ഇതിൽ മുളക് ഉണ്ടായി നിൽക്കുന്നുണ്ട്. അപ്പം ഞാൻ ഇന്നൊരു 4-5 മുളക് ഞാൻ തന്നെ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു രാവിലെ കേട്ടോ. ഉപ്പേരി ഉണ്ടാക്കുമ്പോൾ പിന്നെ കറിയിലേക്കൊക്കെ വേണ്ടിയിട്ട് ഒരു 5-6 മുളക് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതിൽ നിൽക്കുന്നുണ്ട് മുളക്. ആവശ്യമുള്ളത് അപ്പം വന്ന് പൊട്ടിക്കുക ചെയ്യാറ്. അതാണ് പൊട്ടിച്ചിട്ട് അങ്ങനെ വയ്ക്കാറില്ല. ഇനി നല്ലോണം മൂത്ത് മുളകാണെന്നുള്ളത് അപ്പം പൊട്ടിച്ചിട്ട് പിന്നെ അങ്ങനെ കൊണ്ടുവയ്ക്കും കേട്ടോ ഫ്രിഡ്ജിൽ. പിന്നെ ഇവിടെ അതാ നിത്യ കല്യാണിയുടെ തെയ്യ് 2 നിൽക്കുന്നുണ്ട്. ഇവിടെയും 2 വെണ്ടേനെ ഡയറക്റ്റായിട്ട് മണ്ണിൽ ഇങ്ങനെ തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലിതാ വെണ്ടക്കായ ഉണ്ടായിട്ടുണ്ട്, ഇവിടെ വെണ്ടക്കായ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് കണ്ടോ, ഇത് ഞാൻ റംബുട്ടാൻ്റെ വിത്ത് കുഴിച്ചിട്ടതാ കേട്ടോ. വിത്തിട്ടിട്ട് മുളച്ച് വന്നിട്ടുള്ള റംബുട്ടാനാണേ. ഇവിടെയുണ്ട് വഴുതന തെയ്യ് വെച്ച് കൊടുത്തിട്ട്. ഇവിടെ ഒരു മുളകും തെയ്യുണ്ട് കേട്ടോ. കൂർക്ക. അപ്പോൾ ഇത് നമ്മുടെ പ്രേമാൻ്റിയുടെ വീട്ടിലുണ്ടായുള്ള ഓമക്കായാണ് കേട്ടോ. നമ്മുടെ ഇവിടെ ഓമക്കായ പപ്പായ എന്നൊക്കെയാണ് പറയാറ്. അപ്പോൾ ഇത് നിറയെ ഉണ്ടായി നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ താഴ്ഭാഗത്തുള്ളതൊക്കെ പൊട്ടിച്ചെടുത്തിട്ടാണ് കേട്ടോ അവിടെ ഉള്ളതൊന്നും കാണാത്തത്. ഇപ്പോൾ മുകളിലായിട്ട് നിറയെ ഉണ്ടായി നിൽക്കുന്നത്. പിന്നെ കുഞ്ഞാവിടെ കുറേ എക്സസൈസും കാര്യങ്ങളും അവൾ തുടങ്ങിയിട്ടുണ്ട്. കുഞ്ഞാവ സ്കൂളൊക്കെ വിട്ടിട്ട് സ്കൂളിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ നല്ല മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ വേറെ ഒന്നും അങ്ങനെ വീഡിയോയിൽ എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കുഞ്ഞാവ സ്കൂളിൽ നിന്നൊക്കെ വന്നതിന് ശേഷം പിന്നെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചപ്പോൾ ഇങ്ങനെ മാർഷൽ ആർട്സും സുംബ ഡാൻസും ഒക്കെയാണ്, എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് അവളിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ വിചാരിച്ചു പുറത്തിറങ്ങേണ്ട, മഴയും കാര്യങ്ങളൊക്കെ അല്ലേ, അപ്പോൾ ആകെ നനഞ്ഞ് കിടക്കല്ലേ എന്ന് വിചാരിച്ചിട്ട് വീടിൻ്റെ ഉള്ളിൽ തന്നെ കളിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ അവൾ പറയുന്നതൊക്കെ ഇങ്ങനെ വീഡിയോ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുഞ്ഞാവ തന്നെ കേട്ടോ പറയുന്നത് എന്നോട്, ഇതൊക്കെ വീഡിയോയിൽ കാണിക്കുക, ഇതെല്ലാവർക്കും കാണിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് വീഡിയോ പിടിക്കാൻ പറഞ്ഞിട്ടാണ് കേട്ടോ വീഡിയോ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവളുടെ എക്സസൈസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ പിന്നെ അവൾ എന്താ പറയുക, ചെടി നനയ്ക്കാൻ വേണ്ടിയിട്ട് നിന്നതായിരുന്നു കേട്ടോ ആൾ. അപ്പോൾ മഴയൊക്കെ അല്ലേ, അപ്പോൾ മഴ കാരണം ചെടികളൊക്കെ നനഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് കേട്ടോ പിന്നെ വീടിൻ്റെ ഉള്ളിൽ തന്നെ നിന്നിട്ട് ഇങ്ങനെ ഓരോന്നും ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ ഇങ്ങനെ ഇന്ന് ചെയ്തു. അപ്പോൾ ഇതിന് എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല എന്നാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ചെയ്യാൻ നോക്കിയിട്ട് പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും അത് ട്രൈ ചെയ്തുകൊണ്ടിരുന്നു കേട്ടോ കുറേ നേരം. എന്നിട്ട് പിന്നെ അതിന് ശേഷം പിന്നെ അവൾ പിന്നെ ഇനി കളിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ കുറച്ച് നേരം പഠിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ കളി നിർത്താൻ പോവുകയാണെന്നാണ് കേട്ടോ പറയുന്നുണ്ടായിരുന്നത്. എന്നിട്ട് അതിന് ശേഷം പിന്നെ കുഞ്ഞാവ് സന്ധ്യയായപ്പോൾ വീടിനുള്ളിൽ പഠിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് കയറിയപ്പോൾ ഞാൻ നോക്കുമ്പോൾ നിറയെ കുയിലുകൾ വന്നിട്ടുണ്ട് കേട്ടോ. ഈ കാണുന്ന കുഞ്ഞു പക്ഷികളെല്ലാം തന്നെ കുയിലാണ് കേട്ടോ. അപ്പോൾ അത് പാറ്റ പൊടിഞ്ഞിട്ട് അതിനെ കൊത്തി തിന്നാൻ വേണ്ടി വന്നേക്കാണോ എന്നറിയില്ല, നിറയെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വീഡിയോ പിടിക്കാൻ വേണ്ടിയിട്ട് മുകളിലേക്ക് അങ്ങോട്ട് കയറി പോയപ്പോഴത്തേക്കും എല്ലാം കൂടെ അങ്ങ് പറന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് കുയിലിനെ മാത്രം കാണുന്നത്. അപ്പോൾ അതിന് ശേഷം വിളക്കൊക്കെ വെക്കാറായിട്ടുണ്ട്. അപ്പോൾ പിന്നെ അങ്ങനെ വിളക്ക് വെക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞാവ് പോയിട്ടുണ്ടായിരുന്നു. വിളക്ക് വെക്കലൊക്കെ കഴിഞ്ഞപ്പോൾ കുഞ്ഞാവ് പിന്നെ അങ്ങനെ ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ കേട്ടോ. ഇപ്പോൾ സമയം ഒരു 7:30 ആയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ അങ്ങനെ കുഞ്ഞാവ് ഫുഡൊക്കെ കഴിച്ചു. പിന്നെ അതിന് ശേഷം കുറച്ച് നേരം ഇരുന്നിട്ട് പഠിക്കുക, കളിക്കുക, എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് പിന്നെ ഉറങ്ങുകയാണ് കേട്ടോ ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.